Jewelers. 11 മലയാളികളിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം സ്വദേശികളാണ് മരിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തും. ആദ്യം KP അഭിലാഷ് അതിന്റെ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ് ഇത്ര വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ആദ്യ കണ്ടെത്തൽ നിഗമനം. അതുതന്നെയാണോ ഈ അപകടത്തിനുള്ള കാരണം? എൽദോ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതുതന്നെയാണ്. അതായത് ഈജിപ്ഷ്യൻ പൗരൻ ആയിരുന്നു ഈ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇദ്ദേഹത്തിന്റെ ക്യാബിനിൽ നിന്നാണ് ഈ തീ പടർന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇങ്ങനെ അപകടം ഉണ്ടായതെന്നും അതിനെ തുടർന്നാണ് തീ പടർന്നത് എന്നതുമാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ കെട്ടിട ഉടമയെയും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിൽ ഈ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് സ്വഭാവത്തിൽ ഉള്ള കെട്ടിട സമുച്ചയത്തിന് തീപിടിച്ചത്. ഏതാണ്ട് 195 സ്റ്റാഫുകൾ ആണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇത് വിവിധ ബ്ലോക്കുകളായി ഉള്ള കെട്ടിട സമുച്ചയം ആയിരുന്നു. 6 നിലകൾ ഉള്ള 4ാം ബ്ലോക്കിൽ ആണ് തീ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പുലർച്ചെ 4:30 അതായത് കുവൈറ്റിലെ പ്രാദേശിക സമയം പുലർച്ചെ 4:30 തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഏറെയും വിഷപ്പുക ശ്വസിച്ചും അതോടൊപ്പം തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയുമൊക്കെ ആണ് അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തത്. പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായി. പൊടുന്നനെ ഈ വിഷപ്പുക ശ്വസിച്ചുകൊണ്ട് പലരും ഉണർന്നു. ചിലർക്ക് ഉണരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു. അബോധാവസ്ഥയിലേക്ക് പോയ സാഹചര്യമുണ്ട്. ഇങ്ങനെ ഉണർന്നവർക്ക് ഈ തീ പടർന്നു പിടിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉൾപ്പെടെ പാളിച്ചകൾ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. അതായത് എമർജൻസി എക്സിറ്റ് സംവിധാനം അടക്കം ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ തീപിടുത്തമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് പല നിലകളിൽ നിന്നും ആളുകൾ എടുത്തു ചാടിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 41 ഇന്ത്യക്കാർ ഉൾപ്പെടെ 49 പേരുടെ മരണം ആണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത്. 7 ഫിലിപ്പീൻസ് സ്വദേശികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മലയാളി ആയ എബ്രഹാം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയുടെ ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ആണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 മലയാളികൾ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 9 പേരെ ആണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽപ്പെട്ടവരുടെ മരണം ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പന്തളം സ്വദേശി ആകാശ് S. നായർ 23 വയസ്സാണ് ഉള്ളത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ 33 വയസ്സുള്ള യുവാവാണ്. കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു എന്നിവരും അപകടത്തിൽ മരണപ്പെട്ടവരാണ്. പത്തനംതിട്ട വാഴമുട്ട സ്വദേശി PV മുരളീധരൻ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെബിൻ എബ്രഹാം, കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ മരണം ആണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിലെടുത്തു പറയേണ്ടത് എൽദോ, ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാവുന്ന വിവരങ്ങൾ പരിമിതമാണ്. കാരണം കുവൈറ്റ് അധികൃതർ നൽകുന്ന ഡേറ്റകൾ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 41 ഇന്ത്യക്കാരിൽ ഇനിയും മലയാളികൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ മരണപ്പെട്ടവർ മാത്രമല്ല, നിരവധി ആളുകൾ, ഏതാണ്ട് 30-ലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. 5 ആശുപത്രികളിൽ ആണ് പ്രധാനമായും ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ അദാൻ, ജുബൈർ, ഫർവാനിയ, സബ,
ജാസിർ എന്നിങ്ങനെയുള്ള ആശുപത്രികളിൽ ആണ് ചികിത്സയിൽ ഉള്ളത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 5 പേരിൽ മലയാളികൾ ഉൾപ്പെടുമോ എന്നതിലും വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ വിവരങ്ങൾ നമുക്കറിയാം ഒരു വലിയ അപകടം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അതോടൊപ്പം പലരും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഉള്ളത്. കാരണം നിരവധി മലയാളിയുടെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥാപനത്തിൽ പെട്ട ജീവനക്കാർ ആണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിരവധി മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർക്കയുടെ ഹെൽപ്പ് ലൈൻ, അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാം നടപടിക്രമങ്ങൾ ഊർജിതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെ ഉള്ളവർ ആണ് പങ്കെടുക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ സഹമന്ത്രിയെ KV സിംഗിനെ, കീർത്തിവർദ്ധൻ സിംഗിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതുപ്രകാരം അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുടെ സഹായത്തോടു കൂടിയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധുക്കൾ വലിയ തോതിൽ ആശങ്കയിലാണ്. ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരിൽ എത്ര പേർ സുരക്ഷിതരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതിനും വേണ്ടിയൊക്കെയാണ് ഹെൽപ്പ് ലൈൻ സർവീസുകൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കുവൈറ്റ് അധികൃതർ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രമേൽ വലിയ ഒരു അപകടം ഉണ്ടായത് എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ എൽദോ ഈ രക്ഷാപ്രവർത്തനത്തിന് ആണ് അധികൃതർ കൂടുതൽ ഊന്നൽ നൽകിയത്. ഈ കെട്ടിടത്തിൻ്റെ ബഹുനില കെട്ടിടം ആയതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലേക്ക് അടക്കം തീ പടരുവാനുള്ള സാധ്യത കൂടുതൽ ആയിരുന്നു. അത് തടയുക എന്നതിനാണ് ഏറ്റവും ആദ്യം ഊന്നൽ നൽകിയത്. അതോടൊപ്പം നിരവധി ആളുകൾ ഈ കെട്ടിട സമുച്ചയത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യമുണ്ട്. അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒതുങ്ങിയും മാറിയുമൊക്കെയാണ് നിന്നത്. അവരെ വളരെ പെട്ടെന്ന് താഴെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ആണ് പിന്നീട് ഒരുക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അഭിലാഷ്, ഇതിലൊരു സംശയം, അതായത് ഈ ഒരു താഴത്തെ നിലയിലുണ്ടായ ആ ഒരു തീപിടുത്തം അത് പടർന്ന് ഇത്രമാത്രം മുകളിലേക്ക് എത്തുന്നു. ഏതാണ്ട് 190ഓളം പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഔദ്യോഗിക കണക്ക്. എന്നാൽ 200ഓളം പേരുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ആളുകളെ രക്ഷാപ്രവർത്തനം നടത്താനുള്ളൊരു വൈകൽ, ഒരു താമസം ഉണ്ടായോ? കാരണം പുക വന്ന് ശ്വസിച്ചാണ് പലരും മരിക്കുന്നത്. അതോ തീപിടുത്തം അറിയാതെ ഉറങ്ങിപ്പോയവരാണോ പലരും? തീർച്ചയായും എൽദോ അങ്ങനെയാണ്. അതായത് ഞാൻ സൂചിപ്പിച്ചു, പുലർച്ചെ ആയിരുന്നു അപകടം ഉണ്ടായത്. പുലർച്ചെ അവിടെ പ്രാദേശിക സമയം 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇവിടെ താമസിച്ചിരുന്നവരിൽ ഏതാണ്ട് 20 പേർ ആണ് ഈ സമയത്ത് ഡ്യൂട്ടിക്കായി പുറത്തു പോയിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് 195 പേർ ഉള്ള ബ്ലോക്കിൽ 20 പേർ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. മറ്റെല്ലാവരും തന്നെ ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഉറക്കത്തിൽ ആയിരുന്നു ആളുകൾ അധികവും. ഈ വിഷപ്പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാണ് പലരും ഉണർന്നത്. അതിനുശേഷം സ്വാഭാവികമായും നമുക്ക് അങ്ങനെയൊരു സാഹചര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ തീ പടർന്നിരുന്നു എന്നുള്ളതാണ്. ശക്തമായ തീയും പുകയും ഈ പല ബ്ലോക്കുകളിലേക്കും എത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കുവൈറ്റിലെ ഇത്തരം കെട്ടിട സമുച്ചയങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. കാലാവസ്ഥ നമുക്ക് പ്രത്യേക സാഹചര്യം അറിയാം. വെന്റിലേഷൻ സംവിധാനങ്ങൾ കുറവുള്ള കെട്ടിടങ്ങൾ ആണ്. പലപ്പോഴും AC ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ തന്നെയാണ് ഈ കെട്ടിടത്തിൽ നടന്നിട്ടുള്ളത്. ഈ കെട്ടിട ഉടമസ്ഥരും അതോടൊപ്പം തന്നെ കമ്പനി ഉടമകളുമെല്ലാം പറയുന്നത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്, ലേബർ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ തരത്തിൽ അല്ല അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ 195 പേർ അവിടെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിനുള്ള കപ്പാസിറ്റി ആ കെട്ടിടത്തിന് ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ
രീതിയിലല്ല ഈ ജീവനക്കാരെ ഒന്നും തന്നെ പാർപ്പിച്ചിരുന്നത് എന്ന് ആണ് ഇപ്പോൾ കെട്ടിട അധികൃതരും അതോടൊപ്പം തന്നെ കമ്പനി അധികൃതരും പറയുന്നത്. ഏത് തരത്തിലുമുള്ള അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിലെ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ രീതിയും ഒക്കെ അനുസരിച്ച് ഈ കൂടുതൽ ആളുകൾക്ക്, അതായത് മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലും അവർക്ക് കൃത്യമായ വിവരങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറുപടി ഉണ്ടാകുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഒന്നും തന്നെ പങ്കുവയ്ക്കാൻ അവിടെയുള്ളവർ തയ്യാറല്ല. അവിടുത്തെ സംവിധാനങ്ങൾ അനുസരിച്ച് അങ്ങനെ തെറ്റായ ഇൻഫർമേഷനുകൾ നൽകിയാൽ അത് പിന്നീട് നിയമ നടപടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തമുണ്ടായി ഇത്രയധികം 6 നിലകൾ ഉള്ള ഒരു കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് ഇത്ര വേഗം തീ പടർന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടത്. എന്തായാലും 140ഓളം പേർ സുരക്ഷിതരാണ് എന്ന വിവരം അധികൃതർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ആണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ഇതിൽ തന്നെ ഈ ജീവനക്കാർക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്ര എന്നത് സംബന്ധിച്ചും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തന്നെയാണ് അപകടം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പാചകം ചെയ്യുന്ന സമയത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അവിടെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായി അതിനുശേഷമാണോ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്, ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കിലേക്ക് കടന്നത് എന്നതിൽ ഒക്കെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നിരവധി പ്രവാസികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മാത്രവുമല്ല ഈ കമ്പനിയിൽ അധികവും ജോലി ചെയ്യുന്നത് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള മലയാളികൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോട്ടയം, കൊല്ലം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അവധിക്ക് ദിവസത്തിന് മുമ്പ് അവിടെ എത്തിയവരുണ്ട്. അതോടൊപ്പം ഓണത്തിന് ഉൾപ്പെടെ തിരിച്ചു വരാൻ കാത്തിരുന്നവർ ഉണ്ട്. അങ്ങനെ കുടുംബവുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന, നമുക്കറിയാം വീഡിയോ കോൾ അടക്കം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, പല ബന്ധുക്കളും ഈ മരണപ്പെട്ടവരെ അടക്കം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും, അതായത് അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പോലും കുടുംബവുമായി വീഡിയോ കോൾ ചെയ്യുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നവർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കുടുംബവുമായി കൃത്യമായി ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയാണ്. അപകടം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ്. എന്തായാലും ഈ മൃതദേഹം ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തിക്കാൻ, എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികളാണ് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് സാഹചര്യം വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം എന്ന നിലയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എൽദോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ പൊള്ളലേറ്റവരെ സംബന്ധിച്ചും നമുക്ക് വ്യക്തത കൈവരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ ഈ കെട്ടിടങ്ങളിൽ നിന്ന് എടുത്തു ചാടിയവർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അതുപോലെ വിഷപ്പുക ശ്വസിച്ച് അവസാന ഘട്ടത്തിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിച്ചവർക്ക് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ പൊള്ളലേറ്റവരിൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിച്ചവരിൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എൽദോ. കാരണം ഈ 11 മലയാളികളാണ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരിൽ എത്ര മലയാളികൾ ഉണ്ട് എന്നതാണ് ഇനിയും അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കാൻ കാരണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇനിയും മരണത്തിൻ്റെ നിരക്ക് ഉയരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. ഇതുവരെ 49 പേരുടെ മരണമാണ് കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മലയാളികളുണ്ട്, കൂടുതലും അത് മലയാളി ആണ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉടമ. അത്തരത്തിൽ ഒരുപാട് ഇന്ത്യക്കാർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 200ഓളം പേർ ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു. ഞാൻ അഭിലാഷ് കെപിയിലേക്ക് മടങ്ങിയെത്താം. ഞാൻ ഒന്ന് കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ. കാസർഗോഡ് ചെങ്കള കുണ്ടടുക്ക ഹൗസിൽ കെ രഞ്ജിത്ത്, ഒപ്പം പിലിക്കോട് എരവൽ സ്വദേശി കേളു
ഈ രണ്ടുപേരുടെ മരണമാണ് അവിടെ വീട്ടിലേക്കൊക്കെ സന്ദേശമായി ലഭിച്ചത്. KB ബൈജു കാസർഗോഡ് ചേരുന്നുണ്ട്. ബൈജു, ഈ രണ്ട് ആളുകൾ, അവരുടെ ബന്ധുക്കളൊക്കെ എന്താണ് പറയുന്നത്? ഈ കെട്ടിടത്തിൽ പരിചയമുള്ള മറ്റാളുകളൊക്കെ ഉണ്ടോ? ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ അവർ പറയുന്നുണ്ടോ? എൽദോ, തീർച്ചയായും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിലും പുറത്തു വരുന്നത്. എന്തായാലും 2 മരണം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ പേർ പരിക്കേറ്റവരിൽ കാസർഗോഡ് ജില്ലക്കാരുണ്ട് എന്ന ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ചെങ്കള കുണ്ടെടുക്കത്തെ രഞ്ജിത്ത്, ഒപ്പം തൃക്കരിപ്പൂർ എളമ്പറ്റിയിൽ താമസക്കാരനായ കുഞ്ഞിക്കേളു, ഇവരുടെ 2 പേരുടെയും മരണങ്ങളാണ് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടുകാരോട് ഇപ്പോഴും ഈ വിവരം പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മൃതദേഹങ്ങൾ എന്നാണ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം വീട്ടുകാരെ അറിയിച്ചാൽ മതിയെന്ന ഒരു തീരുമാനത്തിലാണ് ഈ ബന്ധുക്കൾ ഉള്ളത്. എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് ബന്ധുക്കളും ഒപ്പം സുഹൃത്തുക്കളും. ഈ രഞ്ജിത്ത് കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിലെ ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. 1 വർഷം മുൻപാണ് തന്റെ വീട്ടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായി രഞ്ജിത്ത് നാട്ടിലേക്ക് എത്തിയത്. എന്തായാലും രവീന്ദ്രൻ രമണി ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹത്തിന് 2 സഹോദരങ്ങളുണ്ട്. ഒരാൾ വിദേശത്താണ്. കുഞ്ഞിക്കേളുവാകട്ടെ കഴിഞ്ഞ 25 വർഷമായി ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരിയാണ്. 2 മക്കളുണ്ട്. ഏതായാലും നമുക്ക് മറ്റൊരു വിവരം ലഭിക്കുന്നത് തൃക്കരിപ്പൂർ സ്വദേശിയായ നളിനാക്ഷിനെ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ്. ഇദ്ദേഹം മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ സംഭവത്തിനെ തുടർന്ന് 3ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ ഇയാൾക്ക് വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരു വാട്ടർ ടാങ്കിലേക്കാണ് അദ്ദേഹം എടുത്തു ചാടിയെന്ന് പറയുന്നു. ഇദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു. ജീവകാരുണ്യ മേഖലയിൽ വളരെ സജീവമായ ഒരാളാണ്. ഇദ്ദേഹം കഴിഞ്ഞ 6 മാസം മുൻപാണ് നാട്ടിലേക്ക് വന്നിരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഗുരുതര പരിക്ക് എന്ന വിവരവും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പേർ കാസർഗോഡ് ജില്ലക്കാർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാവും. മരിച്ചവരിലും കാസർഗോഡ് ജില്ലക്കാർ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും നമുക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. ഏതായാലും നീണ്ട വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ ഇത്തരത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പ്രവാസ ജീവിതം നയിച്ച 2 ജീവനുകളാണ് ഇപ്പോൾ കത്തിക്കരിഞ്ഞ് ഇല്ലാതായിരിക്കുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത്. എന്തോ ബൈജു, ഈ 2 പേരുടെ മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നു. പക്ഷേ മറ്റുള്ളവർ ഇവിടെ പരിക്കേറ്റവർ കാസർഗോഡ് നിന്ന് വീണ്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ ഒരുപാട് പേർ കാസർഗോഡ് നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ കെട്ടിടത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. നീലേശ്വരം കണിച്ചറയിലെ ഒരാൾ മരിച്ചതായി വിവരമുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ 1-2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബന്ധുക്കൾ ആണ് ഈ 2 മരണം ഏതായാലും ബന്ധുക്കളാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം നളിനാക്ഷനെ ഗുരുതരമായി പരിക്കേറ്റ ഈ അപകടത്തിൽ പരിക്കേറ്റ ഇവരും ബന്ധുക്കൾ തന്നെയാണ് സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടുകാരോട് ഈ വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. മൃതദേഹം എന്നാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഒക്കെ കാര്യങ്ങൾ തീരുമാനമുണ്ടായതുണ്ട്. അതിനുശേഷം വീട്ടുകാരെ വിവരം അറിയിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലാണുള്ളത്. ഏതായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ്. ഏതായാലും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇതിന് കൃത്യമായ സ്ഥിരീകരണത്തോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. കാരണം നമ്മുടെ കയ്യിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൽദോ, റൈറ്റ്. എന്നാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വരട്ടെ. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 4 പേരുടെ മരണമാണ് സംഭവിച്ചത് എന്ന് ശശിനാരായണൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശശിയിൽ നിന്നും വിവരങ്ങൾ നമുക്ക് തേടാം. ഇപ്പോൾ നമ്മുടെ അയൽക്കാരോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ലൈൻ നമ്പറുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. താഴത്തെ ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റിക്കർ ഭാഗത്ത് അതിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടാവുന്നതാണ്. 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ്. അപ്പോൾ ആ നമ്പറുകളിൽ വിളിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും, ആശങ്ക ഒഴിവാക്കുകയും ചെയ്യാം. എന്നാലും അഭിലാഷ് KP തുടരുന്നു. അഭിലാഷ്,
മലയാളിയുടെ കമ്പനിയാണ്. അപ്പോൾ അത് എവിടെയുള്ള ആളാണ് ഉടമസ്ഥൻ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഈ കെട്ടിടത്തിൽ താമസിച്ചത് മുഴുവനും ആ മലയാളിയുടെ കമ്പനിയിലെ ജോലിക്കാരായിരുന്നോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? എൽദോ സൂചിപ്പിച്ചതുപോലെ, അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്കയുടെ ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പർ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പേര് സഹിതമുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒപ്പം എൽദോ സൂചിപ്പിച്ച മലയാളി ആയ ആൾ ആണ് ഇപ്പോൾ ഈ എബ്രഹാം എന്നു പേരുള്ള ആളിന്റെ കമ്പനി ആണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വദേശവും ഈ പത്തനംതിട്ട മേഖലയിൽ തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കമ്പനിയെക്കുറിച്ച് തന്നെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തന്നെ പറയുന്നത്, ആ മേഖലയിൽ നിന്ന് മാത്രമുള്ള മലയാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ നിന്ന് കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് എടുത്തു പറയേണ്ടത്. ഇതിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ആകെ മരണം എന്നത് ഇപ്പോൾ 49 ഡേറ്റകൾ അനുസരിച്ച്. അതിൽ 41 പേർ ആണ് ഇന്ത്യക്കാർ ആയിട്ടുള്ളത്. ഇതിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 26 പേരെ മാത്രമാണ് എന്നതാണ് എൽദോ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. ഈ 26 പേരിൽ ആണ് 11 പേർ മലയാളികൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതായത് ഇനിയും 23 പേരെ തിരിച്ചറിയേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിലും മലയാളികൾ ഉൾപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ബൈജു റിപ്പോർട്ട് ചെയ്തതുപോലെ നമ്മൾ ഒരു അനാവശ്യമായ ആശങ്കയോ അല്ലെങ്കിൽ തെറ്റായ വാർത്തയോ അത് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ഇവരുടെ ബന്ധുക്കൾ ഒക്കെ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തെറ്റായ ഒരു വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ആധികാരികമായ ഡേറ്റകൾ മാത്രമാണ് പങ്കുവയ്ക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ്. പക്ഷേ ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല. കാരണം ഈ 23 പേർ, തിരിച്ചറിയാൻ പറ്റാത്ത 23 പേരിൽ മലയാളികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം പരിക്കേറ്റിട്ടുള്ളത് 50-ലധികം ആളുകൾക്കാണ്. ഇതിൽ 30ഓളം പേർ, 50-ൽ പേരിൽ 30ഓളം പേർ മലയാളികൾ ആണ്. അതിൽ തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയൊക്കെയാണ് അവരുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഈ ദുഃഖകരമായ വിവരമാണ്. പക്ഷെ നമുക്ക് ഇത്തരം വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടിയും വരുന്നുണ്ട്. നിരവധി പേരുകൾ നമ്മുടെ പക്കൽ ഉണ്ട്. ആ പേരുകൾ വായിച്ചെടുക്കുമ്പോൾ അത് മലയാളികളുടെ പേരുകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പേരുകളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഇപ്പോൾ 41 ഇന്ത്യക്കാരുണ്ടെങ്കിൽ അതിൽ മലയാളികളെ കൃത്യമായി തന്നെ നമുക്ക് ആ പേരുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്, ഇങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ DNA പരിശോധന അടക്കം വളരെ പെട്ടെന്ന് നടത്തും. അങ്ങനെ മൃതദേഹം തിരിച്ചറിയുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി പേരുടെ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ മരണം ഇത്രയും ഉയർന്നപ്പോഴും ആ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥിരീകരണത്തിലേക്ക് പോകാൻ അധികൃതർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. എന്തായാലും അധികൃതരുടെ സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ നമുക്ക് ആ പേര് വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് കുടുംബാംഗങ്ങളെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളൂ. അത് കൃത്യമായി ഈ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയ പേരുകൾ ആണ്. ഒപ്പം ഈ കുവൈറ്റ് അധികൃതരുടെ പക്കലും അതോടൊപ്പം തന്നെ കമ്പനിയുടെ പക്കലും ഒക്കെ ഈ പേരുകളും ഡേറ്റകളും വളരെ കൃത്യമായി തന്നെ ഉണ്ട് എന്നതാണ്. കാരണം ഇവിടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണല്ലോ കുവൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരും സമയങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. KP, ഒരു നിമിഷം, ഞാൻ ഈ പത്തനംതിട്ടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ദുരന്തം എക്സ്പെക്ട് ചെയ്യുന്ന, അത്രമാത്രം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ